ഭൂരിപക്ഷം കിട്ടിയിട്ടും അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ പ്രസിഡന്റ് തീരുമാനം വൈകുന്നു. പട്ടികജാതി സംവരണമായ ഇവിടെ UDF 2 SC സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചിരുന്നു. ഇരുവരും 5 വർഷം പ്രസിഡന്റ് സ്ഥാനം വേണമെന്ന നിലപാടിലാണ്. ഇതോടെ തീരുമാനം ജില്ലാ നേതൃത്വത്തിന് വിട്ടു. 10 വർഷത്തിന് ശേഷമാണ് UDFന് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് ഭരണം ലഭിക്കുന്നത്. 14 സീറ്റിൽ 9 സീറ്റ് നേടിയാണ് പഞ്ചായത്ത് ഭരണം ഉറപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് പട്ടികജാതി സംവരണമാണ്. ഇതിനാൽ മുൻവർഷം ഉപ്പുതറ പഞ്ചായത്തിലും കാഞ്ചാർ പഞ്ചായത്തിലും സംവരണ സീറ്റിൽ ഒരാൾ മാത്രം മത്സരിച്ചതിനാൽ UDFന് ഭൂരിപക്ഷം ലഭിച്ച ഉപ്പുതറയിൽ LDF അംഗം പ്രസിഡന്റായി. LDFന് ഭൂരിപക്ഷം ലഭിച്ച കാഞ്ചാറ്റിൽ പ്രസിഡന്റ് NDA തട്ടിയെടുക്കുകയും ചെയ്തു. ഇതെല്ലാം കണക്കിലെടുത്ത് SC സംവരണ പഞ്ചായത്തായ അയ്യപ്പൻകോവിലിൽ 2 സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചു. ചേമ്പളം വാർഡിലും പളനിക്കാവ് വാർഡിലുമാണ് ഇരുവരും മത്സരിച്ചത്. 2 വാർഡിലും UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു. ഇതോടെ കോൺഗ്രസ് മണ്ഡല കമ്മിറ്റിക്ക് തലവേദനയും സൃഷ്ടിച്ചു. 2 പേർക്കും 2 വർഷം വീതം പ്രസിഡന്റ് സ്ഥാനം വീതം വെച്ച് നൽകാനായിരുന്നു പാർട്ടി മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനം. എന്നാൽ സ്ഥാനാർത്ഥിയെ നിർത്തിയ മുതിർന്ന നേതാക്കൾക്ക് പ്രസിഡന്റ് സ്ഥാനം ഒരാൾക്ക് 5 വർഷവും വേണമെന്ന വാശി പിടിച്ചു. ഇതോടെ പ്രസിഡന്റ് സ്ഥാനം തൃശങ്കുവിലായി. തീരുമാനം DCCക്ക് വിട്ടിരിക്കുകയാണ്. ഇന്ന് നടക്കുന്ന DCC മീറ്റിംഗിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് മണ്ഡലം കമ്മിറ്റിയുടെ പ്രതീക്ഷ. ഉണ്ടായില്ലെങ്കിൽ നാളെ നടക്കുന്ന തിരഞ്ഞെടുപ്പും വിവാദമാകും. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.